സ്നേഹമുള്ള ചാവറയൻസ് കുടുംബാംഗങ്ങളെ, ഫെബ്രുവരി 28 ബുധനാഴ്ച സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം 32 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ഈ നോമ്പ് കാലത്ത് നമുക്കേറെ ചിന്തിക്കാൻ സാധിക്കുന്ന തിരുവചനങ്ങളും ഉപമകളുമാണ് ഇവിടെ ഈശോ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നോമ്പ് കാലം ഫലദായകമാക്കാൻ വേണ്ടി അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ രീതികൾ അല്ലെങ്കിൽ പെരുമാറ്റ ശൈലികളുമെല്ലാം വേണ്ട രീതിയിൽ ക്രമപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നല്ല വഴികളാണ് ഈശോ ഇവിടെ നമുക്കായിട്ട് തരുന്നത്. കാരണം ആദ്യമേ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാണ്. അപ്പോൾ കർത്താവ് വന്നിട്ട് കുറേ പാപികളെ വിളിച്ചു കൂട്ടുക എന്നുള്ളതല്ല, കുറേ പേരുടെ സംഘടന ഉണ്ടാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവർക്കൊരു കൊടിയൊക്കെ കൊടുത്ത് എല്ലാ തിന്മകളും ചെയ്യുന്നവരെ വെട്ടും കുത്തും അടിയും തമ്മിത്തല്ലും ഒക്കെ മദ്യപാനമൊക്കെ ആയിട്ട് നടക്കുന്ന കുറേ പേരെങ്കിലും വിളിച്ചു കൂട്ടി ഒരു സംഘടന ഉണ്ടാക്കി കൂടെ കൊണ്ടു നടക്കുന്ന വേണ്ടിയിട്ടല്ല, അവരെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. നിർബന്ധത്തോടുകൂടി എല്ലാത്തിനെയും അടിച്ചോ പീഡിപ്പിച്ചോ തല്ലിയോ ഒന്നും പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരാനുമല്ല. പശ്ചാത്താപം യോഹന്നാൻ മാംദാന അറിയിച്ചിരുന്നതിൻ്റെ പിന്നാലെ യേശു വരുന്നു. ഈ പശ്ചാത്താപത്തിലേക്ക് ഞാൻ പാപികളെ കൊണ്ടുവരാനാണ്, ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. യോഹന്നാൻ ചെയ്തത് വളരെ കറക്റ്റാണ്. അത് ന്യായീകരിച്ചുകൊണ്ട് സ്ഥിരീകരിച്ചുകൊണ്ട് യേശു പറയുന്നു, ആ പശ്ചാത്താപത്തിലേക്ക് തന്നെ ഈ സമൂഹത്തെ മുഴുവനും, തിന്മയിലുള്ള സമൂഹത്തെ മുഴുവൻ, പാപികളുടെ സമൂഹത്തെ മുഴുവൻ കൊണ്ടുവരാനായിട്ട് ഇത് ആഗ്രഹിക്കുന്നു. ഇത് യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫരീസിയരും നിയമജ്ഞരും ഉടനെ ചാടി എഴുന്നേറ്റു. അവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ യേശുവിനെ എതിർപ്പായി നിന്നിരുന്നത്. ഒളിച്ച് പുറയിലൂടെ വന്ന് യേശുവിൻ്റെ പഠനത്തെയും യേശുവിനെയും ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാനും അതിൽ നിന്ന് ജനത്തെ അകറ്റാനും ശ്രമിച്ചിരുന്ന രണ്ട് ശക്തവിഭാഗങ്ങളാണ്. അപ്പോൾ അവർ രണ്ടുപേരും എഴുന്നേറ്റിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ ശിഷ്യർ ഒത്തിരി ഗുണമേന്മയും അതുപോലെ തന്നെ അനുഗ്രഹമുള്ളവരായിരുന്നു എന്ന് വെച്ചാൽ അവരൊക്കെ ഉപവസിക്കുന്നുണ്ട്, അവർ പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഫരീസിയുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ. എന്നാൽ നിൻ്റെ ശിഷ്യന്മാർ, യേശുവിനോട് പറയാണ്, യേശുവിൻ്റെ ശിഷ്യന്മാർ തിന്നു കുടിച്ച് സുഖമായി കഴിയുന്നു. നല്ല തീറ്റയല്ലേ ശിഷ്യന്മാരൊക്കെ ചെയ്തല്ലേ? നമുക്കറിയാം, കിടക്കാൻ ഇടമില്ല, തല ചായ്ക്കാൻ ഒരിടവുമില്ല, ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊന്നുമില്ല എന്ന് പറയുന്ന യേശുവിനെ തൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉള്ള് ശുദ്ധമാക്കപ്പെട്ടുകൊണ്ട് അവിടുത്തെ പിന്നാലെ വന്നതാണ് ഈ ശിഷ്യന്മാർ. എന്ത് കിട്ടുമെന്നോ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്നോ എന്തെല്ലാം സമ്പാദിച്ചെടുക്കാൻ പറ്റുമെന്നോ ഒന്നും അവരാരും ചിന്തിച്ചിട്ടേ പോലുമില്ല. വരും ഭാവിയിലെ സമ്പാദ്യത്തെക്കുറിച്ചോ വരും ഭാവിയിലെ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ വരും ഭാവിയിലെ എല്ലാ കെട്ടുറപ്പുകളെക്കുറിച്ചോ ഒന്നും ശിഷ്യന്മാരാരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ പരാതി എന്തെന്നാണ്? തിന്നുകുടിച്ച് സുഖമായി കഴിയാനല്ലേ നിൻ്റെ ശിഷ്യന്മാർക്ക് പറ്റുള്ളൂ. ഈ വലിയ പരാതിയാണ് ഇവർ യേശുവിന് മുമ്പിൽ വെക്കുന്നത്. യേശു ഈ അവസരം ചില പഠനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിനെ പറ്റിയൊരു അവസരമായിട്ട് എടുത്തുകൊണ്ട് യേശു പറയുകയാണ്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കാൻ പറ്റുമോ? വലിയ ചിന്തയാണ്. അവർക്ക് സദ്യ എന്ന് പറയുന്നത് ഇവർക്ക് വലിയ കാര്യമാണ്. ധാരാളം സദ്യ നടത്താറുണ്ട്. മണവാളൻ മണവാട്ടി അതല്ലെങ്കിൽ മണവറ തോഴരെന്നൊക്കെ പറയുന്നതും കല്യാണ ആഘോഷങ്ങളും ഒക്കെ വളരെ ധാരാളമായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. നന്നായി നടത്തുന്ന കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ വേറൊരിടത്ത് പറയാൻ പറ്റും. അപ്പോൾ ആഘോഷമായി നടത്തുന്ന ഈ കല്യാണ ആഘോഷങ്ങളിൽ മണവാളൻ എപ്പോൾ മണവറയിലുണ്ടോ ആ സമയത്തെല്ലാം ഉപവസിക്കാൻ പറ്റിയില്ല. വളരെ യാഥാർത്ഥ്യം എടുത്ത് പറയുകയാണ്, ഉള്ള കാര്യം പറയുകയാണ്. അതുകൊണ്ട് കർത്താവ് വേറൊരു പാഠവും പഠിപ്പിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം വീഞ്ഞ് അവരുടെ സാധാരണ പാനീയമാണ്. അതുകൊണ്ട് സാധാരണ ധാരാളം പഴവർഗ്ഗങ്ങൾ വീഞ്ഞ് മുന്തിരിങ്ങ കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഞ്ഞുണ്ടാക്കാനായിട്ടും വിഷമമില്ല. അപ്പോൾ ആ നാടുകളിലെല്ലാം
വീഞ്ഞ് ഒരു സാധാരണ പാനീയമായിട്ട് അവർ കരുതിയിരുന്നതുകൊണ്ടും ഉപയോഗിച്ചിരുന്നതുകൊണ്ടും യേശു അത് തന്നെ പിടിച്ചു. പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കാറുണ്ടോ? പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം തുന്നിച്ചേർക്കാറുണ്ടോ? രണ്ടും അപകടമാണ്. എന്നാൽ തോൽക്കുടം പൊട്ടിപ്പോവും, പഴയ തുണി കീറിപ്പോവും, തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാകുകയില്ല. അപ്പോൾ ചേർച്ചയില്ലാത്തൊരു ജീവിതത്തെ അല്ല നിങ്ങൾ വേണ്ടത്, ചേർച്ചയുള്ള ജീവിതമാണ്. ദൈവപിതാവിന് സ്വീകാര്യമായ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത്, തർക്കങ്ങളും ഒന്നുമല്ല. ഇവിടെ നമുക്ക് പ്രത്യേകം ഒന്നുകൂടെ ചിന്തിച്ചാൽ, പല ദുശ്ശീലങ്ങൾ നമ്മളിൽ ഉള്ളത് മാറ്റുന്നതിന് കാലതാമസം വരും എന്ന് നാം മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ ചില കുറവുകളും പോരായ്മകളും ദുശ്ശീലങ്ങളും സാവകാശം തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ കുട്ടികളെ കണ്ടുവാനും ശിക്ഷിക്കരുത്, അവരെ തകർത്ത് കളയരുത്. അവരെയൊക്കെ സാവകാശമാണ് ശീലങ്ങൾ നല്ല ശീലങ്ങളാക്കി മാറ്റേണ്ടത്. അവരിലെ നല്ല ശീലമാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, മോശമായ ശീലങ്ങളാണെങ്കിൽ അതിനെ സാവകാശം തിരുത്തിക്കൊണ്ടുവരാനായിട്ട് നോക്കുക. അങ്ങനെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ശീലങ്ങളുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതത്തിൻ്റെ പരിപരുത്ത വശങ്ങളല്ല, സ്മൂത്തായ വശങ്ങളിലേക്കുള്ള ഒരു ചിന്തയായി ഈ സുവിശേഷ ഭാഗം നമുക്ക് തീർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.